എണ്ണവാതക കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ടുള്ള ആക്രമണം കടുപ്പിച്ച് ഇറാനും ഇസ്രയേലും. ഖത്തറിൽ ലോകത്തിലെ ഏറ്റവും വലിയ LNG കേന്ദ്രം ആക്രമിച്ചതോടെ ഇറാൻ എല്ലാ അതിരുകളും ലംഘിക്കുകയാണെന്നാണ് ഖത്തറിന്റെ പ്രതികരണം. ഇറാനിലെ സൗത്ത് പാസ് ഗ്യാസ് ഫീൽഡിൽ ഇസ്രായേൽ ആക്രമണം നടത്തി. ഇറാൻ എംബസി ഉദ്യോഗസ്ഥരെ ഖത്തർ പുറത്താക്കി. പാർവതി ചേരുന്നൊരു കൂടുതൽ വിവരങ്ങളുമായി. പാർവതി, പശ്ചിമേഷ്യയിലെ സാഹചര്യം നിലവിൽ എന്താണ്? ഈ എണ്ണ കേന്ദ്രങ്ങളെയൊക്കെ ആക്രമിച്ചുള്ള മുന്നോട്ട് പോക്ക് അത് എത്രത്തോളം ആശങ്ക ഉണ്ടാക്കുന്നു? ഇറാനെതിരെ ഗൾഫ് രാജ്യങ്ങൾ ഒന്നിക്കുന്നു എന്നതാണ് ശ്രദ്ധേയം. കഴിഞ്ഞ ദിവസം യുദ്ധം 20ാം ദിവസത്തിലേക്ക് കടക്കുമ്പോൾ ഈ പ്രത്യാക്രമണങ്ങൾ രൂക്ഷമാണ്. ഈ കഴിഞ്ഞ ദിവസം ഊർജ്ജ കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ടായിരുന്നു ഇറാന്റെ ആക്രമണങ്ങളിൽ ഏറെയും നടന്നത്. ഖത്തറിൽ ലാസ് ലഫാനിലായിരുന്നു ഇറാന്റെ മിസൈൽ ആക്രമണം ഉണ്ടായത്. ഖത്തറിലെ പ്രധാന വാതക ഹബ്ബ് കൂടിയാണ് ഇവിടം. ഇവിടെ വലിയ നാശനഷ്ടമാണ് ഉണ്ടായത്. ഇത് ഖത്തറിനെ വല്ലാതെ തന്നെ പ്രകോപിപ്പിച്ചിട്ടുണ്ട്. ഇറാൻ അതിര് കടക്കുന്നുവെന്നായിരുന്നു ഖത്തറിന്റെ പ്രതികരണമുണ്ടായത്. ഒപ്പം ഇറാൻ നയതന്ത്ര ഉദ്യോഗസ്ഥരെ ഇതിന് പിന്നാലെ ഖത്തർ പുറത്താക്കുകയും ചെയ്തു. സെക്യൂരിറ്റി അറ്റാഷെ, മിലിറ്ററി അറ്റാഷെ, ജീവനക്കാർ എന്നിവർ 24 മണിക്കൂറിനുള്ളിൽ രാജ്യം വിടണമെന്നായിരുന്നു ഖത്തർ വിദേശകാര്യ മന്ത്രാലയത്തിന്റെ നിർദ്ദേശം. ഇതിന് പിന്നാലെ സൗദി അറേബ്യ, അബുദാബി എന്നിവിടങ്ങളിലെ എണ്ണപ്പാടങ്ങൾക്ക് നേരെയും ഇറാൻ മിസൈൽ ആക്രമണം നടത്തി. അബുദാബിയിൽ ഹബ്ഷാൻ ഗ്യാസ് കേന്ദ്രം, ബാബ് എണ്ണപ്പാടം എന്നിവിടങ്ങളിലായിരുന്നു ഇറാന്റെ മിസൈൽ ആക്രമണമുണ്ടായത്. എന്നാൽ ഇവിടെ ആർക്കും പരിക്ക് പറ്റിയതായി റിപ്പോർട്ടില്ല. പക്ഷേ ഇവിടുത്തെ പ്രവർത്തനം താൽക്കാലികമായി നിർത്തിവെക്കേണ്ടി വന്നു. ഇത് വലിയ പ്രതിസന്ധികൾക്കും ഇടയാക്കും. ഇറാനെതിരെ ഗൾഫ് രാജ്യങ്ങൾ ഒന്നിക്കുകയാണ്. ആ ഒരു കാഴ്ചയാണ് കഴിഞ്ഞ ദിവസം കണ്ടതും. ഇറാന്റെ ഊർജ്ജ കേന്ദ്രങ്ങളിൽ US ഇസ്രായേൽ ആക്രമണം നടത്തിയെന്നും വിവരം പുറത്തുവരുന്നുണ്ട്. സൗത്ത് പാർസിൽ ആക്രമണം നടത്തിയെന്നാണ് റിപ്പോർട്ടുകൾ. ലോകത്തിലെ ഏറ്റവും വലിയ നാച്ചുറൽ ഗ്യാസ് ഫീൽഡാണ് ഈ സൗത്ത് പാർസ് എന്ന് പറയുന്നത്. ഇത് ഇറാഖിനും ഖത്തറിനും ഇടയിലുള്ള ഓഫ് ഷോറിലാണ് ഈ സൗത്ത് പാർസ് ഉള്ളത്. അവിടെ ഇസ്രായേലും US ആക്രമണം നടത്തിയിട്ടുണ്ട്. ഇറാന്റെ ആകെ ഗ്യാസ് ഉൽപ്പാദനത്തിൽ 70% സൗത്ത് പാർസിലാണ്. അപ്പോൾ അത്തരം ഒരു കേന്ദ്രത്തിൽ ആക്രമണം ഉണ്ടാകുമ്പോൾ അത് എത്രത്തോളം ബാധിക്കും എന്നതും ഊഹിക്കാവുന്നതാണ്. ഒപ്പം ഇസ്രായേൽ ആക്രമണത്തിൽ ഇറാൻ ഇന്റലിജൻസ് മന്ത്രി കൊല്ലപ്പെട്ടിരുന്നു. ഇസ്മായിൽ ഖതീബാണ് കൊല്ലപ്പെട്ടത്. ഇറാൻ നേതൃനിരയിൽ 2 ദിവസത്തിനിടെ കൊല്ലപ്പെടുന്ന 3ാമത്തെ ആൾ കൂടിയാണ് ഇദ്ദേഹം. ഈ ഇസ്മായിൽ ഖതീബിന്റെ മരണത്തിൽ ഇറാൻ പരമോന്നത നേതാവ് മുജ്തബ ഖമനേയി അനുശോചനവും അറിയിച്ചിട്ടുണ്ട്. ഇറാന്റെ നേതൃനിരയിലുള്ളവരെ വകവരുത്താൻ സൈന്യത്തിന് പ്രത്യേക അധികാരം നൽകിയതായി ഇസ്രായേലും വ്യക്തമാക്കിയിട്ടുണ്ട്. എന്നാൽ ഇറാന്റെ രാഷ്ട്രീയ സംവിധാനം ശക്തമാണെന്നും നേതാക്കളെ ഇല്ലാതാക്കിയെന്ന് കരുതി പിന്മാറില്ലെന്നുമാണ് ഇത് ഇറാൻ വിദേശകാര്യമന്ത്രിയുടെ പ്രതികരണമുണ്ടായിരിക്കുന്നത്. പാർവതി, ഒപ്പം തന്നെ ഇന്ത്യയെ സംബന്ധിച്ചും കുറേ ആശങ്കകളുണ്ടല്ലോ നമ്മുടെ ഈ LPG ശേഖരത്തെ പറ്റി. ഇപ്പോൾ കൂടുതൽ പടക്കപ്പലുകളെ ഇന്ത്യ അവിടെ വിന്യസിച്ചിട്ടുണ്ട്. ഈ ഹോർമസ് കടലിടുക്കിലെ ഗതാഗതം അത്ര സുഗമമല്ലാത്ത സാഹചര്യമുണ്ട്. അപ്പോൾ എങ്കിൽ പോലും ഇന്ത്യക്ക് ആ പ്രശ്നം ഉണ്ടാകില്ല എന്നൊക്കെയാണ് കേന്ദ്ര സർക്കാർ അറിയിക്കുന്നത്. കൂടുതൽ കപ്പലുകൾ ഇന്ത്യയിലേക്ക് ലക്ഷ്യമാക്കി നീങ്ങുന്നുണ്ടോ? ഇന്ത്യയുടെ പാചകവാതക ശേഖരം അത് സേഫായി തന്നെ നിൽക്കുന്നു എന്ന് പറയാൻ കഴിയുമോ പാർവതി? ഈ പശ്ചിമേഷ്യൻ സംഘർഷങ്ങളുടെ പശ്ചാത്തലത്തിൽ ഇന്ത്യ ഓപ്പറേഷൻ സങ്കൽപ്പ് നടപ്പാക്കുന്നുണ്ട്. അതായത് ഹോർമുസ് കടലിടുക്ക് ഇറാൻ അടച്ചു. ഇതോടുകൂടി വലിയ പ്രതിസന്ധിയാണ് ലോകരാജ്യങ്ങൾ നേരിട്ടത്. ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങൾ അതിന്റെ പ്രത്യാഘാതം അനുഭവിക്കുന്നുണ്ട്. അതോടുകൂടിയാണ് ഇന്ത്യൻ ചരക്ക് കപ്പലുകളുടെ സുരക്ഷ ഉറപ്പാക്കാൻ ഓപ്പറേഷൻ സങ്കൽപ്പ് നടപ്പാക്കുന്നത്. ഇന്ത്യൻ നേവി ഒമാൻ തീരത്ത് ഇതിന്റെ ഭാഗമായി കൂടുതൽ പടക്കപ്പലുകൾ വിന്യസിച്ചിട്ടുണ്ട്. ഹോർമുസിലൂടെയുള്ള കപ്പലുകൾ കടന്നു വരുന്നതിന് സുരക്ഷ ഒരുക്കുകയാണ് ഈ കപ്പലുകളുടെ ലക്ഷ്യം തന്നെ. ഹോർമുസ് കടക്കുന്ന 20 കപ്പലുകളിൽ LPG, LNG, ക്രൂഡ് ഓയിൽ എന്നിവയാണുള്ളത്. ഇതിൽ 10 ഇന്ത്യൻ കപ്പലുകളാണ് ഹോർമുസ് കടന്നു വരുന്നത്. ഇതിൽ 22 കപ്പലുകളാണ് സുരക്ഷയ്ക്കായി ഇന്ത്യ വിന്യസിച്ചിട്ടുമുള്ളത്. ഈ ഭാഗത്ത് ഹോർമുസ് കടക്കുന്ന കപ്പലുകളിലുള്ളത് 2.15 ലക്ഷം മെട്രിക് ടൺ LNG, 10 LPG കപ്പലുകളിലായി 3.21 ലക്ഷം ടൺ LPG ആണുള്ളത്. 7 ക്രൂഡ് ഓയിൽ ടാങ്കറുകളിലായി 16.76 ലക്ഷം ടൺ ക്രൂഡ് ഓയിൽ എന്നിവയാണ് ഈ കപ്പലുകളിലുള്ളത്. ഇന്ത്യക്ക് പുറമെയുള്ളത് മാർഷൽ ഐലൻഡ്, ലൈബീരിയ, ഗ്രീസ്, മാൾട്ട, പോർച്ചുഗൽ എന്നീ രാജ്യങ്ങളുടെ കപ്പൽ കൂടിയാണ്. ഇന്ധനത്തിന് പുറമെ മറ്റ് സാധനങ്ങൾ കൊണ്ടുവരാൻ കൂടി 2 ഇന്ത്യൻ വെസലുകൾ കൂടി ഹോർമുസ് കടന്നു വരുന്നുണ്ട്. അത് അടുത്ത ദിവസങ്ങളിലായി എത്തും.